സഹകരണ സംഘങ്ങളിലെ സോഫ്റ്റ്വെയറുകൾ ദിനേശ് ബി ഡി സഹകരണ സംഘത്തിന് ടെൻഡർ നൽകിയതിൽ ദുരൂഹത ആവർത്തിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ദിനേശ് ബി ഡി സഹകരണ സംഘം സമർപ്പിച്ചതിനേക്കാൾ കുറഞ്ഞ തുക കോട്ട് ചെയ്തവരെ ഒഴിവാക്കി. വിഷയത്തിൽ മന്ത്രി വി എൻ വാസവന്റെ വാദം കള്ളമെന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഏതാണ്ട് 700 കോടി രൂപയുടെ അഴിമതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. യോഗ്യതാ മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകി, ടെക്നിക്കൽ മൂല്യനിർണ്ണയത്തിലെ വിവാദങ്ങൾ, സാമ്പത്തിക ബിഡ് വിലയിരുത്തലിലെ അപാകതകൾ എന്നിവയെല്ലാം ചേർന്ന് ഈ ടെൻഡർ ദിനേശ് പി ഡി സഹകരണ സംഘത്തിന് വേണ്ടി മാത്രം നൽകുക എന്നുള്ള ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ദിനേശ് പി ഡി സഹകരണ സംഘത്തിന് ഈ ടെൻഡർ കൊടുക്കാൻ വേണ്ടി യോഗ്യതകൾ ഇളവ് വരുത്തി, ടെൻഡർ നടപടി ഇളവുകൾ വരുത്തി. അതോടൊപ്പം തന്നെ ഫൈനാൻഷ്യൽ ബിഡിങ്ങിൽ തന്നെ തിരിമറികൾ ഉണ്ടാക്കി. ഇത്രയും ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മന്ത്രി വാസവന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം പ്രവർത്തിച്ചത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇതേ സംബന്ധിച്ച് ഒരു അന്വേഷണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതേസമയം രമേശ് ചെന്നിത്തല നുണ പറയാൻ മത്സരിക്കുകയാണെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. കണക്കുകൾ നിരത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഇല്ലാത്തൊരു കാര്യം ഉന്നയിക്കുക. രമേശ് ചെന്നിത്തല ചിലരോട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഴിമതി കാര്യങ്ങൾ ഉന്നയിച്ച് അത് നുണ എന്ന രീതിയിൽ നല്ല രീതിയിൽ കെട്ടിച്ചമച്ച് ഉന്നയിക്കുക, അതിലും മത്സരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇവർക്കൊക്കെ ഉള്ളൊരു ഗുണമാണ് കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എന്നുള്ളത്. മറ്റ് കമ്പനികളെ ഒഴിവാക്കിയെന്ന ആരോപണം തെറ്റാണ്. ഏകദേശം 45 കമ്പനികൾക്ക് കൺസോർഷ്യം രൂപത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകിയിരുന്നു. സാങ്കേതിക വിലയിരുത്തലിന് യോഗ്യമായ കമ്പനിക്ക് ഉയർന്ന മാർക്ക് ലഭിച്ചു. അത് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഇത്രയെല്ലാം സുതാര്യമായി നടന്ന ഒരു കാര്യത്തിലാണ് അഴിമതി ആരോപണമായിട്ട് വരുന്നത്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ ചേരുന്നു. അരുൺ പാറയ്ക്കൽ, ഇന്നലെ രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണം, ഇന്ന് രമേശ് ചെന്നിത്തല ആരോപണം വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്തത്. പ്രാഥമിക സഹകരണ സംഘങ്ങൾ സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിനുള്ള കരാർ നേരത്തെ TCS നൽകാൻ തീരുമാനിച്ചിരുന്നത്, പിന്നീട് അത് ദിനേശ് ബി ഡി സഹകരണ സംഘത്തിന് നൽകുന്ന നിലയിലേക്കെത്തി. ടെൻഡർ തുക വളരെ ഉയരുകയും ചെയ്തു. അതാണ് സർക്കാർ അനുവദിച്ചത്. ഇക്കാര്യത്തിൽ അഴിമതിയുണ്ടെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ആരോപണം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ആ ആരോപണത്തിന് മറുപടിയും നൽകിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, രമേശ് ചെന്നിത്തല ഇന്നലെ ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെ ഇതിൽ അഴിമതിയില്ല എന്നും രമേശ് ചെന്നിത്തലയുടെ ഇടപെടൽ അതിൽ ദുരൂഹമാണെന്നും ഒക്കെ പറയുകയുണ്ടായി. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഈ TCS 206 കോടിക്ക് കരാർ നൽകിയത് പിന്നീട് എങ്ങനെയാണ് കരാർ തുക ഉയർന്ന് 704 കോടി 914 കോടി രൂപ അധികമായി ഈ ദിനേശ് ബി ഡി സഹകരണ സംഘത്തിന് നൽകിയതെന്നാണ് രമേശ് ചെന്നിത്തല പ്രധാനമായും ചോദിക്കുന്നത്. ഇതിന് പുറകിലൊരു അഴിമതി ഉണ്ട് എന്ന് രമേശ് ചെന്നിത്തല ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് മന്ത്രി വി എൻ വാസവൻ അറിഞ്ഞുകൊണ്ടുള്ള ഒരു അഴിമതിയാണ്. മന്ത്രി വി എൻ വാസവനാണ് ഉദ്യോഗസ്ഥർക്ക് ഇതിനുള്ള നിർദ്ദേശം നൽകിയതെന്നും രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. ഇന്നലെ ഹൈക്കോടതി ഈ കരാർ താൽക്കാലികമായി റദ്ദാക്കാനുള്ള കാരണവും ഇതുതന്നെയാണ് എന്നുകൂടി രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊന്ന്, രമേശ് ചെന്നിത്തല ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം, ഈ അഴിമതി ആരോപണങ്ങളൊക്കെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ അന്വേഷിച്ചാൽ ശരിയാവില്ല. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് കൂടി രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. UDF ഈ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രചരണ വിഷയമായി തന്നെ ഉന്നയിക്കുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് മുഖ്യമന്ത്രി ആരോപിക്കുമ്പോഴും രമേശ് ചെന്നിത്തല ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. 700 കോടിയിലധികം രൂപയുടെ അഴിമതി ഇപ്പോൾ നടക്കുന്നുണ്ടെന്നാണ് രമേശ് ചെന്നിത്തലയുടെ കണ്ടെത്തൽ. അത് ദിനേശ് ബി ഡി സഹകരണ സംഘത്തിനാണ് ഈ കരാർ നൽകിയിരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് എങ്ങനെയാണോ സംസ്ഥാന സർക്കാർ കരാർ നൽകുന്നത്,
അതുപോലെ തന്നെയാണ് ഈ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ സോഫ്റ്റ്വെയർ നിർമ്മിക്കാനുള്ള ഈ കരാർ ദിനേശ് ബി ഡി സഹകരണ സംഘത്തിൽ നൽകുന്നത്. അതിന് എന്ത് മാനദണ്ഡമാണ് മുന്നിൽ കണ്ടിരിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇതൊരു പ്രചരണ വിഷയമായി തന്നെ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ UDF-ഉം ഏറ്റെടുക്കുന്നു. മറ്റൊന്ന്, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇതിലൊരു അന്വേഷണം വേണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നുണ്ട്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.